ജിൻഡോ സർക്കാർ സംവിധാനങ്ങളെ അപകീർത്തിപ്പെടുത്താനാണ് നീക്കമെന്നുള്ളതാണ് വിശദീകരണ കത്ത്. ജിൻഡോ അതും പോരാഞ്ഞ് 2 വർഷം മുൻപ് കാണാതായ ഏതോ മോഷണം, ഏതോ 20 ലക്ഷം രൂപയുടെ കോപ്പുലോസ്കോപ്പ് കാണാതായ കാര്യം ഇപ്പോൾ വന്ന് മന്ത്രി എന്ന് പറയുകയാണ്. ഇടതുപക്ഷക്കാരനാണ് ഈ ഡോക്ടർ. ഞാൻ കമ്മ്യൂണിസ്റ്റാണ് തുറന്നു പറഞ്ഞ ആളാണ് ഈ ഡോക്ടർ. എം സ്വരാജിന്റെ വോട്ട് രാഷ്ട്രീയ വോട്ടാണ് എന്ന് പ്രകീർത്തിച്ച ആളാണ് ഈ ഡോക്ടർ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഡോക്ടർക്ക് ഇതാണ് ഗതിയെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ആളാണെങ്കിൽ എന്താകും അവസ്ഥ ജിൻഡോ? അല്ല, ഇതിൽ ഹാഷ്മി നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള നവീൻ ബാബു മരണപ്പെട്ട സാഹചര്യം നമുക്കറിയാമല്ലോ. ആ കൊല്ലപ്പെട്ട നവീൻ ബാബുവിന് എത്രത്തോളം നീതി കിട്ടിയെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അവരുടെ കുടുംബത്തെ എത്രത്തോളമാണ് ഈ പാർട്ടിയും ഈ സർക്കാരും കൊഞ്ഞനം കുത്തുന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഡോക്ടർ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല ഭാഗ്യം എന്ന് നമ്മൾ വിചാരിക്കാം. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ ഡോക്ടർ ചെയ്ത ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് രാഷ്ട്രീയമായിട്ട് അഭിപ്രായം പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തി ചട്ടവിരുദ്ധ പ്രവർത്തനമല്ലേ, നടപടിയെടുക്കണ്ടേ? ഇനി കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച CPM കാരനായിട്ടുള്ള DYFI കാരനായിട്ടുള്ള റിബേഷ് അധ്യാപകനാണ്, സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ ആ റിബേഷിനെതിരെ ചട്ടവിരുദ്ധമായി നടപടി നടത്തിയതിൻ്റെ പേരിൽ സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഇല്ലല്ലോ. ഇനി ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ വ്യവസായ മന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട സേതു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള പണ്ട് ഇന്നസെന്റിന്റെ സ്റ്റാഫായിട്ടുള്ള സേതുനാഥ്, പേര് അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അദ്ദേഹം മോശപ്പെട്ട പരാമർശം നടത്തി. അതിനെതിരെ ഞാൻ ഉൾപ്പെടെ പരാതി കൊടുത്തല്ലോ, ഒരു നടപടിയും സ്വീകരിച്ചല്ലോ. അപ്പൊ ഇതുപോലെ നിരന്തരം അധികാരത്തിനൊരു നീതിയുണ്ട്. അല്ല ജിൻഡോ, ഞാൻ പഴിക്കില്ല, ഞാൻ ആരോഗ്യമന്ത്രിയെ പഴിക്കില്ല. കാരണം എന്താണെന്നറിയോ, അധികാരത്തിനൊരു നീതിയുണ്ട്. അത് UP-യിലെ യോഗി കഫീൽ ഖാനോട് കാണിക്കുന്നതാണെങ്കിലും അധികാരത്തിന്റെ ആ നീതിയാണ്. ആ നീതിശാസ്ത്രത്തിൽ വിസിൽ ബ്ലോവർമാർ എന്നൊരു സംഗതിയില്ല, അതുണ്ടായിക്കൂടാ. അധികാര നീതിക്കണ്ണിൽ ഹാരിസിനെ കഴിവിലേറ്റിൽ അധികാരത്തിന്റെ അനിവാര്യതയാണ് ജിൻഡോ. അല്ല, ഇതിലുള്ള പ്രശ്നം എന്താ? ഒരു മാസം മുമ്പല്ലേ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ സത്യസന്ധനാണെന്ന്. ഇന്ന് ആരോഗ്യമന്ത്രി സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നു. ഹാരിസ് ഡോക്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മന്ത്രി പറയാണ് അവിടെ നിന്ന് ചില മെഷീനറികൾ കാണാതെ പോയിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു. അതിന് പൊതുസമൂഹം എന്താ വിചാരിക്കേണ്ടത്? ഈ ഡോക്ടറെ കള്ളനാക്കുന്നതിന് തുല്യമല്ലേ? ഇവിടെ ഈ സിസ്റ്റത്തിന്റെ പകയാണ് ഈ ഡോക്ടറോട് കാണിക്കുന്നത്. ഈ ഡോക്ടർ ചെയ്ത തെറ്റെന്താ? ആ ഡോക്ടർ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരു തെറ്റും കാണാത്ത ആളുകൾ, ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന രോഗികളുടെ ചികിത്സയും ശസ്ത്രക്രിയയും മുടങ്ങുന്ന സാഹചര്യം വന്നപ്പോൾ അതിൽ സങ്കടം കൊണ്ട് അഭിപ്രായം പറഞ്ഞതാണ് ഇവർ തെറ്റായിട്ട് കാണുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു യന്ത്രം കാണാതായി എന്നാ പറയുക. ഞാൻ ചോദിക്കട്ടെ, ഇത് കാണാതായിട്ട് ഇതുവരെ അറിയാനായിട്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് സംവിധാനമില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? അന്വേഷിച്ച് നടപടിയെടുക്കാൻ പറ്റാത്ത ആഭ്യന്തര വാഴയ്ക്ക് ഒരു വാഴക്കണ്ണ് പോലെയാണ് ഇന്നത്തെ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി ഇരിക്കുന്നത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ടേ? ഇത് നവകേരള ഭാഗമാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് മോശപ്പെട്ട വാക്കാണെന്ന് പറയല്ലേ? ചർച്ചയിൽ പറയാം. അനിൽകുമാർ പറഞ്ഞ വാക്കുകളൊക്കെ ചർച്ചയിൽ പറയാവുന്നതാണോ? അപ്പൊ ഇതൊന്നുമില്ല, ഇവിടെ മരുന്നില്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, പഞ്ഞിയും നൂലുമില്ല, ആളുകൾക്ക് യാതൊരു സൗകര്യങ്ങളും ആശുപത്രി കിട്ടാതെ വരുമ്പോൾ അതിന് സൗകര്യം ഒരുക്കണമെന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പറ്റ മോശപ്പെട്ട കാര്യം. സർക്കാർ വിരുദ്ധമാണ്. ഈ ഡോക്ടർ ചെയ്ത് പ്രതിപക്ഷത്തിന് ആയുധം കൊടുത്തുവെന്ന്. പ്രതിപക്ഷത്തിന് എന്ത് ആയുധം കൊടുത്തെന്ന് പറയാ? ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും പറയുന്ന ഒരു കാര്യം ഡോക്ടർ വീണ്ടും പറയുന്നു, അത് പ്രതിപക്ഷത്തിന് ആയുധമായിരുന്നു. പ്രതിപക്ഷത്തിന് ആയുധമാകുന്നതാണ് സർക്കാരിന്റെ പ്രശ്നം, അല്ലാതെ ആളുകളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നുള്ളതല്ല. സർക്കാർ ആശുപത്രികൾ ആശ്രയിക്കുന്ന മനുഷ്യർക്ക് ശസ്ത്രക്രിയ ഉപകരണം കൊടുക്കണം എന്നുള്ളതല്ല ഈ ആരോഗ്യവകുപ്പിന്റെ പ്രശ്നം. പ്രതിപക്ഷം അത് ആയുധമാക്കി എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അനിൽകുമാറെ, ഡോക്ടർ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെങ്കിൽ ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പിറ്റേ ദിവസം എങ്ങനെയാ ഹൈദരാബാദിൽ നിന്ന് വിമാനം വഴി ഈ പറഞ്ഞ ഉപകരണങ്ങളൊക്കെ വന്നത്? നിങ്ങൾ എന്താ വിതരണം ചെയ്തത്? അപ്പൊ എന്തിനു വേണ്ടിയിട്ട് അത് വിതരണം ചെയ്തത്? നിങ്ങളാണ് കള്ളം പറയുന്നത്. കേരളത്തിലെ പൊതുസമൂഹം കയ്യോടെ പിടിച്ചിട്ടും നിരന്തരം കള്ളം പറയാ. രേഖയുണ്ട് പോലും. ഏത് രേഖ? ഈ ഹാരിസ് ഡോക്ടറെ ഇപ്പൊ നിങ്ങൾ കള്ളനാക്കാൻ ശ്രമിക്കുന്നത് പോലെ പെണ്ണ് കേസിൽ ഒന്ന് പെടുത്തിയേക്കരുതെന്ന് ആദ്യമേ പറയാം. കാരണം ആ മനുഷ്യൻ ഒരു പാവപ്പെട്ട മനുഷ്യനായതുകൊണ്ടാണല്ലോ, ഒരു നീതിമാനായ മനുഷ്യനായതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കണ്ണീർ വാർത്തുകൊണ്ട് ഇന്നും സർക്കാർ ആശുപത്രി പോയി ജോലി ചെയ്യുന്നത്. ആ നീതിമാനായ മനുഷ്യന് നവീൻ ബാബുവിന്റെ ഗതി കൊടുക്കരുത് നിങ്ങൾ. നവീൻ ബാബു കൊല്ലപ്പെട്ടിട്ട് ആ മനുഷ്യനോട് നീതി കാണിക്കാത്ത സർക്കാരും സംവിധാനങ്ങളും ആ ഹാരിസ് എന്ന് പറഞ്ഞ ഡോക്ടറെ ജീവനോടെ അവശേഷിക്കാനാണെന്ന് നിങ്ങൾ അനുവദിക്കണം. എനിക്ക് ഹാരിസ് ഡോക്ടറോട് പറയാനുള്ളത്, താങ്കൾ കിടന്നുറങ്ങുമ്പോൾ വീടിന്റെ ജനലും വാതിലും കൃത്യമായിട്ട് അടയ്ക്കണം. പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായിട്ടുള്ള സർവ്വ സഖാക്കന്മാരെ വീടിന്റെ അകത്തേക്ക് കയറ്റരുത്. നാളെ നിങ്ങൾക്കൊരു ദുർഗതി വന്നാൽ പരിതപിക്കാനായിട്ട് ഞങ്ങൾ മാത്രമേ